എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. നമ്മൾ എപ്പിസോഡ് 1-ൽ ഡൂം ഡസും എപ്പോൾ യൂസ് ചെയ്യണമെന്ന് കണ്ടിരുന്നു. അതുപോലെ തന്നെ ഡിഡ് നമ്മൾ എപ്പിസോഡ് 2-ലും വിശദമായിട്ട് പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ആ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത് കൂടാതെ ഡു, ഡസ്, ഡിഡ് എപ്പോഴൊക്കെ ഉപയോഗിക്കാം, അതുപോലെ എപ്പോൾ ഉപയോഗിക്കരുത്, അത് നമ്മൾ കാണാം. അതായത് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ സാധാരണയായിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സെന്റൻസസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൂടെയുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് അതിനെ അറിയിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഡു, ഡസ്, ഡിഡ് ഇവയുടെ ആദ്യത്തെ ഉപയോഗം നോക്കാം. അതാണ് മേക്കിംഗ് നെഗറ്റീവ് സെന്റൻസസ്. ആദ്യം നമുക്ക് ഈ സെന്റൻസ് ഒന്ന് നോക്കാം. ഐ ഈറ്റ് ഇഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇഡ്ലി കഴിക്കാറുണ്ട്. എന്നാൽ ഐ ഈറ്റ് ഇഡ്ലിയെ എങ്ങനെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഞാൻ ഇഡ്ലി കഴിക്കാറില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പോഴോ നമുക്കറിയാം, ഒരു കാര്യം നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമ്മൾ നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ എം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്. ഞാനൊരു ടീച്ചർ അല്ലെന്ന് പറയാനാണെങ്കിലോ ജസ്റ്റ് ഒരു നോട്ട് ഇട്ടാൽ മതി. ഐ എം നോട്ട് എ ടീച്ചർ. അപ്പം ഇവിടെ ഐ ഈറ്റ് ഇഡ്ലിയെ നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത്? ഐ നോട്ട് ഈറ്റ് ഇഡ്ലി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഐ ഈറ്റ് നോട്ട് ഇഡ്ലി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നോട്ട് എവിടെ ഇടും? നമുക്ക് പറയാം ഐ ഡു നോട്ട് ഈറ്റ് ഇഡ്ലി എന്ന്. കാരണം ഈറ്റ് എന്ന് പറഞ്ഞാൽ ഡു ഈറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി കഴിക്കാറില്ല എന്ന് എങ്ങനെ പറയും? ഐ ഡു നോട്ട് ഈറ്റ് ഇഡ്ലി. ഐ ഡു നോട്ട് ഈറ്റ് ഇഡ്ലി. ഇതിനെ നമ്മൾ സംസാരിക്കാൻ നേരം ഷോർട്ടായിട്ട് പറയാം, ഐ ഡോണ്ട് ഈറ്റ് ഇഡ്ലി. എങ്ങനെ പറയും? ഐ ഡോണ്ട് ഈറ്റ് ഇഡ്ലി. അപ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. എളുപ്പമല്ലേ? എന്നാൽ നമുക്ക് പറയണം ഷീല ഇഡ്ഡലി കഴിക്കാറുണ്ട് എന്ന്. അപ്പോഴോ ശ്രദ്ധിക്കുക, ഷീല ഈറ്റ്സ് ഇഡ്ലി എന്ന് പറയും. ഷീല ഈറ്റ്സ് ഇഡ്ലി. എന്തുകൊണ്ടാണ് ഇവിടെ ഈറ്റ് വരാഞ്ഞത്? ഷീല ഞാനോ നിങ്ങളോ അല്ലല്ലോ, മൂന്നാമത്തെ ഒരാളല്ലേ. അതുപോലെ ഇവിടെ നമ്മൾ ഒരൊറ്റ വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലറിൽ നമ്മൾ വേർബിൻ്റെ കൂടെ ചേർക്കണം എസ് അല്ലെങ്കിൽ ഇഎസ്. ഇവിടെ ഈറ്റിൻ്റെ കൂടെ ഈറ്റ്സ് വന്നു. അപ്പോൾ ഷീല ഇഡ്ഡലി കഴിക്കാറുണ്ടെന്ന് എങ്ങനെ പറയും? ഷീല ഈറ്റ്സ് ഇഡ്ലി. ഇനി ഷീല ഇഡ്ഡലി കഴിക്കാറില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? അപ്പോൾ ഓർക്കണം, ഈറ്റ്സ് എന്ന് പറയുന്നതാണ് ഡസ് ഈറ്റ്. അപ്പോൾ നമുക്ക് പറയാം ഷീല ഡസ് നോട്ട് ഈറ്റ് ഇഡ്ലി. ഷീല ഡസ് നോട്ട് ഈറ്റ് ഇഡ്ലി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഡസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈറ്റ് ആണ്, ഈറ്റ്സ് അല്ല. അപ്പോൾ ഷീല ചായ കുടിക്കാറില്ല എന്നെങ്ങനെ പറയും? ഷീല ഡസിൻറ്റ് ഡ്രിങ്ക് ടീ. എന്നാൽ ഷീലയും ബാബുവും ചായ കുടിക്കാറില്ല എന്ന് പറയണമെങ്കിലോ ഇവിടെ 2 പേരില്ലേ, അപ്പോൾ ഡസ് വരില്ല. കാരണം അവരാണ്, ദേ. അപ്പോൾ ഷീല ആൻഡ് ബാബു ഡു നോട്ട് ഡ്രിങ്ക് ടീ എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഡൂം ഡസും എവിടെയൊക്കെ വരുമെന്ന്. ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരോ വരുവാണെങ്കിൽ അവിടെ ഡസ് വരും. ബാക്കി എല്ലായിടത്തും ഐ, വി, യു, ദേ ഇവിടെയെല്ലാം ഡു വരും. ഇത്രയും മനസ്സിലായല്ലോ? എന്നാൽ ഞാൻ ഇന്നലെ ഇഡ്ലി കഴിച്ചു എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഏറ്റ് ഇഡ്ലി യെസ്റ്റർഡേ. ഇത് ഇന്നലത്തെ കാര്യമാണ്, അതായത് കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഈറ്റിൻ്റെ സ്ഥാനത്ത് എയ്റ്റ്, ഈറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തത്. ഐ ഏറ്റ് ഇഡ്ലി യെസ്റ്റർഡേ. യെസ്റ്റർഡേ ആദ്യമോ അവസാനമോ വരാം കേട്ടോ. ഇനി ഞാൻ ഇന്നലെ ഇഡ്ഡലി കഴിച്ചില്ല എന്ന് പറയണമെങ്കിലോ നോട്ട് എവിടെ ഇടും? അപ്പോൾ നമുക്കറിഞ്ഞിരിക്കണം എയ്റ്റ് എന്ന് പറയുന്നത് ഡിഡ് ഈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഐ ഡിഡ് നോട്ട് ഈറ്റ് ഇഡ്ലി യെസ്റ്റർഡേ. ഐ ഡിഡ് നോട്ട് ഈറ്റ് ഇഡ്ലി യെസ്റ്റർഡേ. കണ്ടില്ലേ, ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ എയ്റ്റ് അല്ല, ഈറ്റ് തന്നെ പറയണം. ഷീല രാവിലെ ചായ കുടിച്ചില്ല എന്ന് പറയണമെങ്കിലോ ഷീല ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്.
ഷീല ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസിൽ, അതായത് ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഐക്കും ഷീലയ്ക്കും ഒന്നും ഒരു വ്യത്യാസവും ഇല്ല, എല്ലായിടത്തും ഡിഡ് തന്നെയാണ്. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ we have seen how to make negative sentences using do, does and did. ഇനി നമ്മൾ കാണാൻ പോകുന്നത് do, does, did ഇതിൻ്റെ അടുത്ത ഉപയോഗമാണ്, അതായത് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. ഞാൻ ലേറ്റായിട്ടാണ് വരാറുള്ളത് എങ്ങനെ പറയും? ഐ കം ലേറ്റ്. ഐ കം ലേറ്റ്. എന്നാൽ നീ ലേറ്റായിട്ടാണോ വരാറുള്ളത് എന്ന് നമുക്ക് ചോദിക്കണം. കം തന്നെയാണല്ലോ, ഡു കം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഡു യു കം ലേറ്റ്? ഡു യു കം ലേറ്റ്? അതിൻ്റെ ഉത്തരം ഷോർട്ടായിട്ട് നമുക്ക് പറയാം യെസ് ഐ ഡു, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ ഐ ഡോണ്ട്. എന്നാൽ ബാബു ലേറ്റായിട്ടാണ് വരാറുള്ളതെന്ന് പറയണമെങ്കിലോ ബാബു കംസ് ലേറ്റ്. അപ്പോൾ ബാബു ലേറ്റായിട്ടാണോ വരാറുള്ളത് എന്ന് നമുക്ക് ചോദിക്കണം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡു വരുമോ ഡസ് വരുമോ? അപ്പോൾ ചോദിക്കാം, ഡസ് ബാബു കം ലേറ്റ്? ഡസ് ബാബു കം ലേറ്റ്? അതിൻ്റെ ആൻസർ എങ്ങനെ പറയും ഷോർട്ടായിട്ട്? യെസ് ഹി ഡസ്, അല്ലെങ്കിൽ നോ ഹി ഡസ് നോട്ട്, ഇങ്ങനെ പറഞ്ഞാലും മതി. അതുപോലെ മറ്റൊരു കാര്യം, ഹാസ് എന്ന് പറയുന്നത് ഡസ് ഹാവ് ആണ്. അപ്പോൾ ബാബുവിന് കൊച്ചിയിലൊരു വീടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡസ് ബാബു ഹാവ് എ ഹൗസ് ഇൻ കൊച്ചി? ഓർക്കുന്നില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് കണ്ടതാണ്. അത് കഴിഞ്ഞ് പലരും ചോദിച്ചിരുന്നു, ഡസ് ബാബു ഹാസ് എ ഹൗസ് ഇൻ കൊച്ചി ആണോ ഹാവ് എ ഹൗസ് ഇൻ കൊച്ചി ആണോ? അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയല്ലോ, ഡസ് ബാബു ഹാവ് എ ഹൗസ് ഇൻ കൊച്ചി, ഇതാണ് കറക്റ്റ്. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡു ആൻഡ് ഡസ് ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ എപ്പിസോഡ് 1 ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ചോദിക്കണം, തിങ്കളാഴ്ച നീ ലേറ്റ് ആയിട്ടാണോ വന്നത് എന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് എങ്ങനെ വരും? ഡിഡ്. ഡിഡ് യു കം ലേറ്റ് ഓൺ മൺഡേ? ഡിഡ് യു കം ലേറ്റ് ഓൺ മൺഡേ? ഡിഡ് യു കെയിം അല്ല, കാരണം കെയിം എന്ന് പറയുന്നത് ഡിഡ് കം ആണ്. ഇനി അതിൻ്റെ ഉത്തരം ഷോർട്ടായിട്ട് പറയാം യെസ് ഐ ഡിഡ്, അല്ലെങ്കിൽ നോ ഐ ഡിഡ് നോട്ട്. ഡിഡ് ഉപയോഗിച്ചുള്ള കൂടുതലായിട്ടുള്ള എക്സാമ്പിൾസ് എപ്പിസോഡ് 2 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ രസകരമായ ഒരു എക്സാമ്പിൾ നോക്കാം. അതാണ് തേർഡ് യൂസ് ഓഫ് ഡു, ഡസ് ആൻഡ് ഡിഡ്. അതായത് ഡബിൾ ഡു ഒക്കെ വരും. ഐ ഡു ലോണ്ട്രി ഓൺ സൺഡേസ്. ഞാൻ ഞായറാഴ്ചകളിൽ തുണി കഴുകാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ചകളിലാണ് തുണി കഴുകാറുള്ളത്. തുണി കഴുകുന്നതിനാണ് ഡു ലോണ്ട്രി എന്ന് പറയുന്നത്. ഐ ഡു ലോണ്ട്രി ഓൺ സൺഡേസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ക്രിയ അതായത് വേർബ് ഏതാണ്? ഡു ആണ്. അപ്പോൾ ഇതിനെ നെഗറ്റീവ് എങ്ങനെയാക്കാം? ഞാൻ ഞായറാഴ്ചകളിൽ തുണി കഴുകാറില്ല എന്നാണ് പറയേണ്ടത്. ഐ ഡു നോട്ട് ഡു ലോണ്ട്രി ഓൺ സൺഡേസ്. ഇവിടെ കണ്ടില്ല, 2 പ്രാവശ്യം ഡുവിൻ്റെ പ്രയോഗം വന്നു. സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ഐ ഡോണ്ട് ഡു ലോണ്ട്രി ഓൺ സൺഡേസ്. ഐ ഡോണ്ട് ഡു ലോണ്ട്രി ഓൺ സൺഡേസ്. ഇനി നീ ഞായറാഴ്ചകളിൽ ലോണ്ട്രി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ, ഡു യു ഡു ലോണ്ട്രി ഓൺ സൺഡേസ്? ഹൗ വിൽ യു ആസ്ക്? ഡു യു ഡു ലോണ്ട്രി ഓൺ സൺഡേസ്? ഉത്തരം യെസ് ഐ ഡു, അല്ലെങ്കിൽ നോ ഐ ഡോണ്ട്. ഇനി ഷീലയെ പറ്റി പറയണമെങ്കിലോ, അതായത് ഷീ ഡസ് ലോണ്ട്രി ഓൺ സൺഡേസ്. ഷീ ഡസ് ലോണ്ട്രി ഓൺ സൺഡേസ്. അത് നെഗറ്റീവ് ആക്കണമെങ്കിലോ, ഷീ ഡസിൻ ഡു ലോണ്ട്രി ഓൺ സൺഡേസ്. ഷീ ഡസിൻ ഡു ലോണ്ട്രി ഓൺ സൺഡേസ്. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? ഡസ് ഷീ ഡു ലോണ്ട്രി ഓൺ സൺഡേസ്? ഡസ് ഷീ ഡു ലോണ്ട്രി ഓൺ സൺഡേസ്? വാട്ട് അബൌട്ട് ദ ആൻസർ? അപ്പോൾ ആൻസർ എങ്ങനെ പറയും? യെസ് ഷീ ഡസ്, അല്ലെങ്കിൽ നോ ഷീ ഡസ് നോട്ട്. ഇനി ഇന്നലെ ബാബു ഹോംവർക്ക് ചെയ്തു എന്നാണ് പറയേണ്ടതെങ്കിലോ, ഡിഡ് വരും. ബാബു ഡിഡ് ഹോംവർക്ക് യെസ്റ്റർഡേ. ബാബു ഡിഡ് ഹോംവർക്ക് യെസ്റ്റർഡേ. ബാബു ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ല. ബാബു ഡിഡ് നോട്ട് ഡു ഹോംവർക്ക് യെസ്റ്റർഡേ. ഷോർട്ടായിട്ട് പറയാം, ബാബു ഡിഡിൻ ഡു ഹോംവർക്ക് യെസ്റ്റർഡേ. ബാബു ഇന്നലെ ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കണമെങ്കിലോ, ഡിഡ് ബാബു ഡു ഹോംവർക്ക് യെസ്റ്റർഡേ? ഡിഡ് ബാബു ഡു ഹോംവർക്ക് യെസ്റ്റർഡേ? ആൻസർ യെസ് ഹി ഡിഡ്, അല്ലെങ്കിൽ നോ ഹി ഡിഡ് നോട്ട്.
അപ്പോൾ നമ്മൾ കണ്ടു ഡബിൾ ഡു വരുന്ന എക്സാമ്പിൾസ്. ഇനി ഡു, ഡസ്, ഡിഡ് ഇത് വരുന്ന മറ്റൊരു സന്ദർഭം നോക്കാം. ഫോർ എംഫസിസ്. എക്സാമ്പിൾ, ഞാൻ പറയുവാണ് എനിക്ക് പൂനെയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഐ ഹാവ് എ ഫ്ലാറ്റ് ഇൻ പൂനെ. അപ്പോൾ നിങ്ങൾക്കത് വിശ്വാസമില്ലെന്നിരിക്കട്ടെ, അപ്പോൾ എനിക്കത് തറപ്പിച്ച് പറയണ്ടേ? അപ്പം ഞാൻ പറയും എനിക്ക് പൂനെയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയും ഐ ഡു ഹാവ് എ ഫ്ലാറ്റ് ഇൻ പൂനെ. എങ്ങനെ പറയും? ഐ ഡു ഹാവ് എ ഫ്ലാറ്റ് ഇൻ പൂനെ. ഐ ഹാവ് എ ഫ്ലാറ്റ് ഇൻ പൂനെ എന്ന് പറയുന്നതും ഐ ഡു ഹാവ് എ ഫ്ലാറ്റ് ഇൻ പൂനെ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. പക്ഷേ എംഫസിസ് കൊടുക്കാൻ നേരത്ത് മാത്രം നമ്മൾ ഐ ഡു ഹാവ് എ ഫ്ലാറ്റ് ഇൻ പൂനെ എന്ന് പറയും. അയാൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്ന് പറയാൻ ഹി സ്പീക്സ് ഇംഗ്ലീഷ്. എന്നാൽ അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം ഹി ഡസ് സ്പീക്ക് ഇംഗ്ലീഷ്. ഇന്നലെ ഞാൻ വന്നിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് എങ്ങനെ പറയും? ഐ ഡിഡ് കം യെസ്റ്റർഡേ. അപ്പം ഇത് കോമൺ ആയിട്ടുള്ള യൂസേജ് അല്ല എന്ന് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ഡു, ഡസ്, ഡിഡിൻ്റെ പല ഉപയോഗങ്ങൾ കണ്ടു. ഇൻ നെഗറ്റീവ് സെൻറ്റൻസസ്, ഫോർ മേക്കിംഗ് ക്വസ്റ്റ്യൻസ്, ദെൻ ഡബിൾ ഡു ആൻഡ് ഓൾസോ ഫോർ എംഫസിസ്. ഇനി നമുക്ക് കാണാം ഡു, ഡസ്, ഡിഡ് എപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല എന്ന്. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കി. ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും. ഇതിനെ നെഗറ്റീവ് ആക്കാനായിട്ട് ഐ ക്യാൻ നോട്ട് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇവിടെ ഡൂവിൻ്റെ ആവശ്യം വന്നോ? ഇല്ല. കാരണം ഇവിടെ സ്പീക്ക് എന്നുള്ള വേർബിനെ സഹായിക്കാനായിട്ട് ക്യാൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നോട്ട് ഇട്ടാൽ മതി, നെഗറ്റീവായി. ഷീ ഹാസ് ഈറ്റൻ ഇഡ്ലി. അവൾ ഇഡ്ലി കഴിച്ചിട്ടുണ്ട്. അപ്പം അതിനെ നെഗറ്റീവ് ആക്കാനായിട്ടോ ഷീ ഹാസ് നോട്ട് ഈറ്റൻ ഇഡ്ലി. ഇവിടെയും ഡസിൻ്റെ ആവശ്യം വന്നോ? ഇല്ല. കാരണം ഹാസ് ഓൾറെഡി ഉണ്ട് ഹെൽപ്പിംഗ് വേർബായിട്ട് മെയിൻ വേർബിൻ്റെ കൂടെ. അപ്പം ഇങ്ങനെ ഹെൽപ്പിംഗ് വേർബ്സ് ഉള്ള സ്ഥലങ്ങളിൽ ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ ആം എ ടീച്ചർ. ഇതിനെ നെഗറ്റീവായിട്ട് എങ്ങനെയാണ് പറയുന്നത്? ഐ ആം നോട്ട് എ ടീച്ചർ. അപ്പം ഇങ്ങനെ ഈസ്, ആർ, വാസ്, വെയർ ഒക്കെ വരുമ്പോഴും ഡു, ഡസ്, ഡിഡിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡു, ഡസ്, ഡിഡ് എവിടെയൊക്കെ യൂസ് ചെയ്യാം, എവിടെ യൂസ് ചെയ്യരുത് എന്നൊക്കെ കണ്ടു. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ, ഞാൻ 3 സെൻറ്റൻസസ് പറയും. അത് നിങ്ങൾ എനിക്ക് ഇംഗ്ലീഷിലാക്കി കമൻറ്റിലിടണം. സെൻറ്റൻസ് നമ്പർ 1, ഷീല മാസ്ക് ധരിക്കാറില്ല. സെൻറ്റൻസ് നമ്പർ 2, നീ മാസ്ക് ധരിക്കാറുണ്ടോ? സെൻറ്റൻസ് നമ്പർ 3, ഇന്നലെ നീ മാസ്ക് ധരിച്ചോ? അപ്പോൾ ഇതൊന്ന് ഇംഗ്ലീഷിലാക്കി കമൻറ്റിലിടണം. ക്ലൂ പറയാം. മാസ്ക് ധരിക്കുന്നതിന് നമുക്ക് പറയാം വെയർ മാസ്ക്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. See you again and please stay safe.